ടെൽ അവീവ്, ഇസ്രയേൽ, ഗാസയിലെ US വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഹമാസ് ഭേദഗതികൾ തേടുന്നുവെന്ന് ഗ്രൂപ്പിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ശനിയാഴ്ച അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു. എന്നാൽ ഹമാസിന്റെ പ്രതികരണം തികച്ചും അസ്വീകാര്യമാണ് എന്നും US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. യുദ്ധം 20 മാസമായി തുടരുന്നതിനിടയിലും വിശക്കുന്ന പലസ്തീനുകളിലും ഗാസയിലെ ബന്ദികളുടെ ബന്ധുക്കളിലും നിരാശ വളരുന്നതിനാലുമാണ് ചർച്ചകളിലെ ഏറ്റവും പുതിയ സംഘർഷം ഉണ്ടാകുന്നത്. US ഉറപ്പുകൾ, ബന്ദികളെ മോചിപ്പിക്കുന്ന സമയം, സഹായം വിതരണം ചെയ്യൽ, ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് നിർദ്ദിഷ്ട ഭേദഗതികളെന്നും ചർച്ചകളുടെ സംവേദനക്ഷമത കാരണം പേര് വെളിപ്പെടുത്തരുതെന്ന നിബന്ധനയോടെ ഹമാസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിശദാംശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്ഥിരമായ വെടിനിർത്തൽ, ഗാസയിൽ നിന്നും ഇസ്രയേലിനെ സമഗ്രമായി പിൻവലിക്കൽ, സഹായപ്രവാഹം ഉറപ്പാക്കുക എന്നിവയാണ് ഈ നിർദ്ദേശത്തിന്റെ ലക്ഷ്യമെന്ന് ഹമാസിന്റെ മറ്റൊരു പ്രസ്താവനയിൽ പറയുന്നു.